എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത് മുന്നമേ അവിടുന്ന് അപ്പോയിന്റ് ചെയ്ത് നിയമിച്ചിരിക്കുക. സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം എല്ലാറ്റിനും മീതെ ഇതിനെ മനോഹരമാക്കുന്നു. എന്ന് വ്യക്തമായി തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ കാതുകളെ ഒക്കെ തുറക്കണമേ. അവിടുത്തെ സ്പർശനമേൽപ്പാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെയും സഹായിക്കണമേ. വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചതിനു വേണ്ടി അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും മാനിക്കണം. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ പോഷിപ്പിക്കണം. അവിടുത്തെ ശക്തി ഞങ്ങൾ തിരിച്ചറിയുവാൻ ഇടയാക്കണം. അവിടുത്തെ സന്നിധിയിലുള്ള സന്തോഷ പരിപൂർണതയും വലതുഭാഗത്തുള്ള പ്രമോദങ്ങളും ഒരുമിച്ച് ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാക്കണം. പുത്രനാം മഹത്വം എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഭാഗമാണല്ലോ നാം വായിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത്. ഏഷ്യ മൈനറിലെ ഒരു സ്ഥലമാണല്ലോ എഫേസ്യ പട്ടണം. അവിടെയുള്ള ചരിത്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി എന്ന് വിളിക്കുവാനിടയായിത്തീരുന്നു. ദൈവസഭയെ കുറിച്ചുള്ള അനേക മർമ്മങ്ങൾ ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവസഭയുടെ സ്ഥാനം എന്താണ്? ഈ ലോകത്തിൽ ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം എന്താണ്? ദൈവസഭ എന്തിന്റെയൊക്കെ മീതെയാണ്? ദൈവസഭയുടെ കീഴിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദുഷ്ടനായ പിശാച് ഈ അറിവിനെ നമ്മുടെ ഓർമ്മയിൽ എന്നും ഇരിക്കരുതെന്നും നമ്മുടെ സ്ഥാനം എന്തെന്ന് തിരിച്ചറിയരുതെന്ന് വിചാരിച്ച് പലവിധ ക്ലേശങ്ങളും പ്രതിസന്ധികളും ഇടുമ്പോൾ നാം നമ്മെ തന്നെ മറന്ന്, ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്തെ മറന്ന്, ദൈവം നമുക്ക് നൽകിയ അധികാരത്തെ മറന്ന് നാം താഴേക്ക് പോകാറുണ്ട്. അത് മാനുഷിക സഹജമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളെ ആക്കിയ പദവിയിലേക്കും അധികാരത്തിലേക്കും മടങ്ങി വരുവാൻ, അവിടെ ഉറച്ചു നിൽക്കുവാൻ, അവിടെ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വേലയിൽ ഉത്സുകരായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഇടയായി തീരട്ടെ. ഇവിടെ നാം വായ്പാനിടയായിത്തീരുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവം വളരെ ഐക്യതയോടെ സ്നേഹത്തിൽ ബന്ധിച്ചിരിക്കുമ്പോൾ ത്രിയേക ദൈവമെന്ന് നാം അഭിസംബോധന ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മസാന്നിധ്യമായ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം നമ്മെ മുദ്രണം ചെയ്ത് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നാം അറിയാതെ നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് മുദ്രണം നൽകിയ, നമ്മുടെ വാഗ്ദത്തത്തിന്റെ അവകാശമായി നമുക്ക് നൽകിയിരിക്കുന്ന അച്ചാരമായ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുന്നു. സത്യത്തിലും നീതിയിലും നമ്മെ വഴി നടത്തുവാൻ എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുകയാണ്. നാം അറിയാതെ നമുക്കെതിരെ ശത്രുവായ പിശാചൊരുക്കുന്ന കണികളെ നാം പോലും അറിയാതെ മാറ്റിവിട്ട് അതിൽ നമ്മെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കുകയാണ്. കാര്യസ്ഥനായി ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. ഈ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ക്രിസ്തുവിലും വ്യാപരിച്ച് യേശുവിനെ മരിച്ചവടയിൽ നിന്ന് ഉയർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മാത്രമല്ല, സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും. നാം ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയണം. എവിടെയാണ് ആയിരിക്കുന്നത്? സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും വിളിക്കപ്പെട്ട സകല നാമത്തിനും മീതെ അത്യന്തം ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. പല നാമങ്ങളുണ്ട്. പലരവരുടെ നാമങ്ങൾ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല പേരുകൾ, പല സ്ഥാനങ്ങൾ പലതിനെ ഉയർത്തി കാണിക്കുന്നു. പല രോഗങ്ങൾക്ക് പല പേരുകളുണ്ട്. പല വ്യാധികൾക്കും പല പേരുകളുണ്ട്. പല വ്യാധികളും നമ്മെ ആ പേര് പറയുമ്പോൾ നമ്മെ ഭയപ്പെടുത്താറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നാം സേവിക്കുന്ന ദൈവം, നമ്മുടെ കർത്താവിന്റെ സ്ഥാനം ഈ നാമങ്ങൾക്കെല്ലാം മീതെയാണ്. നമ്മെ അലട്ടുന്ന രോഗങ്ങൾ പലപ്പോഴും നമുക്കൊരു ഭയമായിരിക്കാം. പല പേരുകൾ നമ്മെ ഭാരപ്പെടുന്നുണ്ടാകാം.
പല സ്ഥലങ്ങളെ കുറിച്ചുള്ള പേരുകൾ നമ്മെ ഭയപ്പെടുന്നുണ്ടാകാം. ചില വ്യക്തികളുടെ പേരുകൾ നമ്മെ ഭയചകിതരാക്കുന്നുണ്ടാകാം. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ, നമ്മുടെ കർത്താവിന്റെ നാമം സകല നാമത്തിനും മീതെയാണ്. His name is above every other name. ഹല്ലേലൂയ. സകല നാവും പറയും, ഏറ്റുപറയും യേശു ക്രിസ്തു കർത്താവെന്ന്. സകല മുഴങ്കാലും മുട്ടുമടക്കി പറയും യേശു കർത്താവെന്ന്. സ്വർഗത്തിലും ഭൂമിയിലും ഈ ലോകത്തിൽ മാത്രമല്ല അതോ ലോകത്തിലുള്ള പിശാചുക്കളും മുട്ടുകുത്തി പറയും യേശുവിന്റെ നാമം സർവനാമത്തിനും മീതെയാണെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് കൂടെ വാഴുവാൻ തക്കവണ്ണം തന്റെ സ്വന്തം ശരീരമായി തിരഞ്ഞെടുത്ത സഭയിലെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. സഭയുടെ സ്ഥാനം എന്തെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ എന്താണ് പറയുന്നത്? എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭ. എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിക്ഷേപിപ്പാൻ ഒരു പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിറയ്ക്കുവാൻ വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് കർത്താവിന്റെ ശരീരമായ സഭ. ആ സഭയിലെ ജീവനുള്ള കല്ലുകളാണ് നാം ഓരോരുത്തരും. ദൈവസഭയെ പണിയുമ്പോൾ ഇങ്ങനെയാണ് പണിയുന്നത്. എഫേസ്യ ലേഖനം തന്നെ 4 അധ്യായം അതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സവിസ്തരം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ക്രിസ്തുവിന്റെ സഭയുടെ ഉദവിക്ക് വേണ്ടി, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിന് വേണ്ടി നിയമിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ വരവോളം ഈ വേലയെ തികയ്ക്കുവാൻ തക്കോണം വിവിധ അടിസ്ഥാനങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. അതിനോട് ചേർന്ന് കെട്ടിടം മുഴുവനും യുക്തമായി ഒന്നായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നാം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും വിവിധമായ ശുശ്രൂഷകളുണ്ട്. ഇന്നലെ രാത്രി നാം അത് സവിസ്തരം കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ ഇവിടെ വിവിധ നിലകളിൽ അധ്വാനിക്കുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കോർണർ സ്റ്റോൺ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ വിവിധ സഭകളിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരാണ്. അവരുടെ വോളണ്ടിയേഴ്സായിട്ട് വളരെയധികം കഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ഇരിപ്പിടങ്ങളൊക്കെ മനോഹരമാക്കുവാൻ ഇന്ന് പ്രഭാതത്തിലും അവർ വളരെയധികം അധ്വാനം ചെയ്താണ് ഇത്രത്തോളം മനോഹരമാക്കിയത്. അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. ഇതുപോലെ ദൈവസഭയിൽ ദൈവം നമുക്ക് അനേക ചുമതലകൾ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ആരും കാണാതെ തിരശ്ശീലയുടെ പുറകിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകളായിരിക്കാം. നിങ്ങളെ ആരും കണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ സഭയിലെ വിലയേറെ കല്ലുകളാണ് നിങ്ങൾ. ജീവനുള്ള കല്ലുകളാണ്. നിങ്ങളെ പിശാചിന് ഭയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേറ്റൊന്നൊരു വാക്ക് പറയാൻ ഇടയാകാതെ വണ്ണം നിങ്ങൾ എവിടെയൊക്കെ തളർത്തിയിടാൻ തക്കോണം അവൻ പഠിച്ച പണി എല്ലാം ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സ്ഥാനം ക്രിസ്തുവിൽ എന്തെന്ന് തിരിച്ചറിഞ്ഞ് സടകുടഞ്ഞൊന്ന് എഴുന്നേൽക്കുവാൻ ഇടയായിത്തീരുമെങ്കിൽ നിങ്ങളെ വിളിച്ച വിളി എന്താണെന്നും നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണെന്നും തിരിച്ചറിയുവാൻ ഇടയായിത്തീരുന്നുവെങ്കിൽ സകലത്തിലും സർവവും നിറച്ചവന്റെ ആത്മാവായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം നമ്മെ കെട്ടിടം മുഴുവനും ഒരുമിച്ച് പണിയുകയാണ്. ഫിലദൽഫിയ സഭയെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പാസ്റ്റേഴ്സിന്റെ കോൺഫറൻസിൽ ഓർപ്പിക്കാനിടയായിത്തീർന്നു. ഈ പേരിട്ടത് ഒരു മനുഷ്യനുമല്ല. ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സ് വളരെ ഇതിന്റെ തുടക്കം മുതൽ ഇതിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സ് ആണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അവരോട് ഓരോരുത്തരോട് നിങ്ങൾ മാറി ചോദിച്ചാൽ ആരാണ് ഈ പേരിട്ടെന്ന് ചോദിച്ചാൽ അവരാരും അതിന് ഉത്തരം പറയത്തില്ല. ഞങ്ങൾക്ക് അറിയത്തില്ലെന്നേ പറയത്തുള്ളൂ. അതിന്റെ അർത്ഥം ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് മനുഷ്യന്റെ അജണ്ടയല്ല, ഒരു വ്യക്തിയുടെ അല്ല. ഹല്ലേലൂയ. ഒരു പ്രസ്ഥാനത്തിന്റെയാണെന്ന് പോലും പറയാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിന്റെ സഭയാണ്. ക്രിസ്തു തന്റെ രക്തത്താൽ വിലക്ക് വാങ്ങിയതാണ്. ഹല്ലേലൂയ. വിവിധ കാലഘട്ടങ്ങൾ ദൈവം ഓരോരുത്തരെ ദൗത്യമേൽപ്പിച്ച് നടുവാനും നനയ്ക്കുവാനും വളർത്തുവാൻ തക്കവണ്ണം ദൈവം കൂടെ ഇരുന്ന് പല കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം നമ്മിൽ കൂടി മഹത്വപ്പെടുകയാണ്. പിശാച് പലപ്പോഴും വിചാരിച്ചു ഇതിനെല്ലാം തകർത്ത് കളയാം, ഇല്ലായ്മ ചെയ്യാം, ഉന്മൂലനാശനം ചെയ്യാം, തടഞ്ഞു വെക്കാം. ചില നാളുകൾ പൊതുപ്രവർത്തനങ്ങൾ പലതും പൊതുവിലുള്ള തടഞ്ഞു വെച്ചാലും ഹല്ലേലൂയ അകത്തളത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവദാസന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് ലഭിച്ച സമയങ്ങളിൽ അവർ ഒരുമിച്ച് കോൺഫറൻസുകളായി അറേഞ്ച് ചെയ്ത് ഹല്ലേലൂയ ശക്തമായ ദൈവസഭ അണിയറയിൽ ഹല്ലേലൂയ മുന്നോട്ട് പൊക്കോണ്ടിരുന്നപ്പോൾ സാത്താന്യ മേഖലകൾക്ക് തടഞ്ഞു വെക്കാൻ കഴിയാത്ത ഒരു വലിയ ആറ്റം ബോംബ് അതിനേക്കാൾ ശക്തമായ ഹല്ലേലൂയ ഒരു ശക്തിയായി എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്.
പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത, മാനുഷിക ശക്തികൾക്ക് ഒതുക്കി വെക്കുവാൻ കഴിയാത്ത മറ്റ് ഏതൊരു ശക്തിക്കും ഏതൊരു നാമത്തിനും തടുത്തു വെക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവസഭയെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസികമായി ഇന്ന് നോക്കിയാൽ പല പോരായ്മകൾ നിങ്ങൾ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവമെല്ലാം പൂർണ്ണമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, സകലവും നിറയ്ക്കുന്നവന്റെ നിറവാണ് നാം. പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ നിറവാണെന്ന് പറഞ്ഞേ. ആരും ഇവിടെ എം ഡി ആയിട്ടിരിക്കുന്നില്ല, ആരും ഒഴിയപ്പെട്ടിരിക്കുന്നില്ല. എന്തെങ്കിലും ഭാഗങ്ങൾ എം ഡി ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒഴിക്കാൻ ഒരു കാര്യം ദൈവത്തിനുണ്ട്. അവിടെ അഭിഷേക തൈലമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാനിടയാകട്ടെ. ഒരുപക്ഷെ നിങ്ങളെ അലട്ടുന്ന മാനസിക വ്യതകൾ പലതും ഉണ്ടായിരിക്കാം. പലരുടെയും വാക്കുകൾ പലപ്പോഴും നമ്മെ കീറിമുറിച്ച് അവിടെ ഒരു മുറിവ് അല്ലെങ്കിൽ അവിടെ ഒരു ഒഴിവ് തോന്നിയേക്കാം. നിങ്ങളുടെ സാമ്പത്തിക ക്ലേശം നിങ്ങൾക്ക് ഒരു ഒഴിവായേക്കാം. നിങ്ങളുടെ രോഗം, പല ക്ലേശങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, തലമുറകളെ കുറിച്ചുള്ള വിഷയങ്ങൾ അല്ല, നിങ്ങളുടെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ, നിങ്ങളുടെ സഭയുടെ ആവശ്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ഒഴിവുകൾ, അതിനെല്ലാം നിറയ്ക്കാൻ ദൈവത്തിന് തന്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ നിറവിനാൽ ഇന്ന് പൽക്കാലം നിറഞ്ഞു മാത്രമേ ഇവിടുന്ന് കടന്നു പോകാനായിട്ട് ഇടയാകാവൂ. പ്രൈസ് ഗോഡ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ നിറയ്ക്കണമെന്ന്, എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ദൈവം തന്റെ വചനത്താൽ നമ്മോട് സംസാരിക്കുമ്പോൾ, തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തീകരിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയുക, അല്ല എങ്കിൽ തെറ്റിക്കാൻ വളരെ എളുപ്പമാണ്. നാം എഫേസ്യ ലേഖനം തന്നെ 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ കാണുകയാണ്. അതിന്റെ 4 മുതൽ വാക്യങ്ങൾ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നാം കാണുവാനായിട്ട് കഴിയുന്നു, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ഒന്നാണ്. നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തോണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന്, വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. ഇന്ന് കർത്താവ് എവിടെ ഇരിക്കുന്നു? സ്വർഗാദി സ്വർഗത്തിന് മീതെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നിന്നുള്ള നിറവാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, അവിടെ നിന്നുള്ള ദാനമാണ് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആർക്കെങ്കിലും ആ ദാനത്തെ സ്വീകരിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം ആത്മശക്തിയാൽ നിറയപ്പെടുവാൻ, സ്വർഗീയ ദാനങ്ങളെ ആസ്വദിപ്പാൻ തക്കോണം വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാനായിട്ട് ഇടയായിത്തീരട്ടെ. ദൈവം തന്ന ദാനങ്ങൾ എന്താണെന്ന് അറിയാമോ? അവൻ ചിലരെ അപ്പോസ്തലന്മാർ നമുക്ക് ദാനമാണ്, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിനും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയുമായിരിക്കും. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലുള്ള മോഹങ്ങളാൽ ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴുന്ന ശിശുക്കളായി തീരാതെ സ്നേഹത്തിൽ വളരുവാനിടയാകും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടോസ് ചെയ്യുകയാണ്. ഡിഫറെന്റ് ഡോക്ടറിൻസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടോസ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുക. ഒരു വ്യക്തി ഒരു ദിവസം വന്ന് പ്രസംഗിക്കുകയാണ്, തിരുവെഴുത്തുകളെ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. മറ്റൊരാൾ പറയുകയാണ്, ശക്തിയെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെയല്ല, ഇത് രണ്ടും ഒരു പക്ഷിയുടെ ചിറക് പോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുവാൻ തിരുവെഴുത്തുകളെയും അതുപോലെ ദൈവശക്തിയെയും ഒരുപോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്തുകളിൽ കൂടി കർത്താവ് ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 39-40 വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 39-40 വാക്യങ്ങൾ. ജോൺ Gospel of John 5:39-40. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നുവെങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിരൂപിക്കുന്നു. തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നു. എന്നാൽ യഥാർത്ഥമായി നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇതിൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളുണ്ട്.
എന്നാൽ ഈ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ നിൽക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19-13 വാക്യം കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഉദ്ധരിപ്പാനിടയായിട്ടുണ്ട്. അവൻ രക്തം ധരിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ. ഹല്ലേലൂയ. യേശു ക്രിസ്തു രക്തം ധരിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ഇന്ന് അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. നാം തിരുമേശയിൽ ഇരുന്നപ്പോൾ യേശുവിന് ദൈവവചനം എന്ന് പേർ. നാം യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ വായിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ ജീവനായിട്ട് തീരുവാനിടയാകട്ടെ. തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ അതിനോടൊപ്പം ദൈവശക്തിയാൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ ആരെങ്കിലും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലേഖനങ്ങളാലോ അല്ലെങ്കിൽ ഹല്ലേലൂയ മാധ്യമങ്ങളിൽ കൂടിയോ എഴുത്തുകളിലോ നമ്മളെ തിരിച്ചു കളയുവാൻ ഇടയാകരുത്. ഇതിൽ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകൾ യേശുവിന് സാക്ഷ്യം പറയുമ്പോൾ ജീവനുള്ള ഹല്ലേലൂയ യേശുവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി അത് ഉള്ളിൽ ഒരു ജീവനായി തീരുവാനിടയാകട്ടെ. യേശു നമ്മിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുമ്പോൾ അത് ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. അത് ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും എല്ലാ വിചാരങ്ങളെയും ശോധന ചെയ്യുന്നതാണ്, വിവേചിപ്പാൻ തക്കവണ്ണം കഴിയുന്നതാണ്. സംശയങ്ങൾ വരുമ്പോൾ അതിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവശക്തിയും ഹല്ലേലൂയ തിരുവെഴുത്തുകളും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്, യേശുവിന്റെ ജീവൻ വെളിപ്പെടുകയാണ്. പഴയ നിയമങ്ങളിൽ ദൈവം തന്റെ ഭക്തന്മാരോട് ഇടപെടുമ്പോൾ പലപ്പോഴും പ്രവചന ശബ്ദമായിട്ടാണ്. അവരുടെ മുമ്പിൽ ചില ഹല്ലേലൂയ എഴുത്തുകൾ മാത്രമേ ഉള്ളായിരുന്നു. അവരതിനെ ഉദ്ധരിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും യഹോവ ഇപ്രകാരം അരുളി ചെയ്തു എന്ന് യഹോവയുടെ നാവായിട്ട് അവർ പറയുമ്പോൾ കർത്താവ് ദൈവത്തിന്റെ കാര്യം അവിടെ മേൽ വരുവാനിടയായിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ നിഴലായിരുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ പൈശാചിക ബന്ധനങ്ങൾക്ക് മറഞ്ഞിരിപ്പാൻ കഴിയത്തില്ല, ദുരാത്മാക്കൾക്ക് അവിടെ ഒതുങ്ങിയിരിപ്പാൻ കഴിയത്തില്ല, ഐക്യതക്കെതിരായിട്ട് വിഘടിപ്പിക്കുന്ന ആത്മാവിന് അവിടെ തടഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. ശത്രുവിന്റെ പദ്ധതികൾ തകർന്നു മാറുവാൻ ഇടയായിത്തീരും. രോഗശക്തിക്ക് അവിടെ മറഞ്ഞിരിപ്പാൻ കഴിയത്തില്ല. പിശാചിന്റെ എല്ലാ അജണ്ടയും ബ്രേക്ക് ചെയ്യുന്ന ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെടുവാൻ ഇടയാകും. ഇതുപോലെ ചില നിമിഷങ്ങൾ നമുക്ക് ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കാം. കേട്ട വചനത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് ക്രിയ ചെയ്യുവാനിടയാകട്ടെ. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. ഇതുപോലെ കാലം ഹല്ലേലൂയ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അടുത്ത കാലങ്ങളിലെ ദൗത്യത്തിന് വേണ്ടി എഴുന്നേൽക്കുവാനിടയാകട്ടെ. ഒരുപക്ഷെ ദൈവം ഒരു അപ്പോസ്തലത്തിന്റെ ദൗത്യമായിരിക്കാം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നത്, ഒരു പ്രവാചക ദൗത്യമായിരിക്കാം വെച്ചിരിക്കുന്നത്, ഇടയനായി പരിപാലനപരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടീച്ചറായി ഉപദേഷ്ടാവായി നിൽക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റായി സുവിശേഷകനായി അനേക സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള വിളിയായിരിക്കാം. ഇന്ന് പോൽക്കാലം ആ വിളിയെ ഒന്ന് ഉറപ്പിക്കാൻ ഇടയാകട്ടെ. കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ ഹല്ലേലൂയ ഒരു നിറവായി നിങ്ങൾ തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്വർഗത്തിന് മീതെ കയറിയവൻ തന്റെ ദാനത്തെ നൽകി, അതിനാൽ നിങ്ങളെ നിറച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരു കൃപാവരത്തിലും ഹല്ലേലൂയ കുറവില്ലാത്തവരായി കർത്താവിന് വേണ്ടി ശക്തന്മാരായി തീരുവാനിടയാകട്ടെ. ഹല്ലേലൂയ രാമന ദുരബ ശന്തര ദുരബ രഗന ദരഗ ശതരബ. ഭീരുത്വത്തിന്റെ എല്ലാ ആത്മാവും മാറിപ്പോകട്ടെ. നിരാശയുടെ എല്ലാ ആത്മാവും മാറിപ്പോകട്ടെ. നിറവിന്റെ അനുഭവത്തിലേക്ക് ആഭിഷക്തന്മാർ നിറയപ്പെടുവാനിടയാകട്ടെ. ആത്മശക്തിയും ദൈവത്തെ പ്രഘോഷിപ്പാനിടയാകട്ടെ. കടന്നിയലുന്ന ഇടങ്ങളിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ധീരപ്രവൃത്തികളാലും നിറയപ്പെടുവാനിടയാകട്ടെ. സഭകൾ നിറയപ്പെടുവാനിടയാകട്ടെ. കുടുംബങ്ങൾ നിറയപ്പെടുവാനിടയാകട്ടെ. യൗവനക്കാരെ കൊണ്ട് സഭ നിറയട്ടെ. ഹല്ലേലൂയ ദൈവവചനം പഠിപ്പാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് സഭകൾ നിറയട്ടെ. സഹോദരിമാരെ കൊണ്ട് നിറയട്ടെ. സഹോദരിമാരെ കൊണ്ട് നിറയട്ടെ. അനുഗ്രഹത്തിന്റെ നിറവായ പ്രായമുള്ളവർ സഭയിൽ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. മൂപ്പന്മാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ അധികാരത്തോടെ അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ. രമന ദുരഗ ശാന്താരാവ കൃപാവര പ്രാപ്തന്മാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിക്കട്ടെ. രമന ദുരഗ ശാന്താരാവ രാഖാന ദുരവ ശാന്തരാവ. ഹല്ലേലൂയ ഹല്ലേലൂയ മറ്റെന്തിനേക്കാളും വലിയതായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങുവാൻ വിവിധ സംസ്ഥാനങ്ങളിലേക്ക്, നോർത്ത് ഇന്ത്യയിലേക്ക്, സമീപ രാജ്യങ്ങളിലേക്ക്, പാകിസ്ഥാനിൽ
ഇറാനിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്ക്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റ് കൺട്രീസിലേക്ക്, ഓ ഹല്ലേലൂയ, സുവിശേഷത്തിന് പ്രതികൂലമുള്ളിടത്ത് ധീരന്മാരായി തീരുവാൻ, രക്തസാക്ഷികളായി തീരുവാൻ, നെഞ്ചും ഹല്ലേലൂയ നെറ്റിയും ഉറപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഹല്ലേലൂയ അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. കുഞ്ഞുങ്ങൾ തീരുമാനമെടുക്കുവാനിടയാകട്ടെ. സഭ വ്യാപരിക്കട്ടെ. ഫിലദൽഫിയ സഭ അനേക രാജ്യങ്ങളിലേക്ക് പടരട്ടെ. ദൈവത്തിന്റെ വിശാലതകൾ നൽകട്ടെ. ഓ ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഓ വിശാലതയിലേക്ക് തിരിയുവാൻ ഇടയാകട്ടെ. വിശാലമായ സ്ഥാനങ്ങൾ ദൈവം ഒരുക്കട്ടെ. വിശാലമായ ക്രമീകരണങ്ങൾ ഒരുക്കട്ടെ. ഓ റമന അധുരക ശാന്താരാവ, ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാനുള്ള ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കട്ടെ. കർത്താവ് വിശ്വസ്തൻ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന് നിറവായ കർത്താവിന്റെ ശരീരമായ സഭയായി തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ലഭിച്ച സമയത്തെ അഭിഷേകമായ ലീഡർഷിപ്പിനെ ഇവിടെയുള്ള എല്ലാ ദൈവത്തെ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്തുകൊണ്ട്